Next topic from module 2 is the process scheduling. Process scheduling means what? Schedule the CPU to a process. The process തന്നെ നമുക്കറിയാം process which is a program which is residing in secondary memory must be loaded in the primary memory for execution. അപ്പോൾ പ്രൈമറി മെമ്മറി ലോഡ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എക്സിക്യൂഷൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആരാണ്? യെസ്, ഇറ്റ്സ് എ പ്രോസസ്സറാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. So that is scheduling. What is scheduling? The process scheduler, it selects an available ആയിട്ടുള്ള പ്രോസസ്സിനെ ഫ്രം എ സെറ്റ് ഓഫ് സെവറൽ അവൈലബിൾ പ്രോസസ്സ്. സെറ്റ് ഓഫ് അവൈലബിൾ പ്രോസസ്സിൽ നിന്നും ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് സി പി യുവിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും ഫോർ പ്രോഗ്രാം എക്സിക്യൂഷൻ ഓൺ ദ സി പി യു. ദാറ്റ് ഈസ് നോൺ ആസ് ഷെഡ്യൂളിംഗ്. ഓക്കെ, സോ നമുക്കറിയാം ഒരു മൾട്ടി പ്രോഗ്രാമിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും എല്ലാ ടൈം സം പ്രോസസ്സ് എല്ലാ ടൈമിലും റൺ ചെയ്യണം ടു മാക്സിമൈസ് ദ സി പി യൂട്ടിലൈസേഷൻ. ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ടൈം ഷെയറിംഗ് മീൻസ് ടു സ്വിച്ച് ദ സി പി യു എമംഗ് ദ പ്രോസസ്. ഓരോ പ്രോസസ്സിന് സി പി യു സ്വിച്ച് ചെയ്ത് പോകണം. സോ ദ യൂസേഴ്സ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് ഈച്ച് പ്രോഗ്രാം വൈൽ ഇറ്റ് ഈസ് റണ്ണിങ്. ഓക്കെ, so that is a schedule. What is scheduling? The process scheduler selects an available process from a set of available process. Several set of available processes നിന്നും ഒരു available process select ചെയ്തിട്ട് for a program execution on the CPU. This is known as scheduling. Okay, and for a single processor system there will never be more than one running process. ഒന്നിൽ കൂടുതൽ റണ്ണിങ് പ്രോസസ്സ് ഉണ്ടാകത്തില്ല ഫോർ എ സിംഗിൾ പ്രോസസ് സിസ്റ്റം. ബട്ട് ഫോർ എ മൾട്ടി പ്രോസസ് സിസ്റ്റം സെവറൽ പ്രോസസ്സസ് ആർ ദർ. എല്ലാ പ്രോസസ്സിനും അറ്റ് എ ടൈം സി പി യുവിന് എക്സിക്യൂഷൻ നടത്താൻ പറ്റുമോ? ഇല്ല. The rest process have to wait until the CPU is free and can be rescheduled. Okay, the CPU until the CPU is free and can be rescheduled. Okay, ഇനി ഈ പ്രോസസ് ഷെഡ്യൂളിംഗ് ഉണ്ടാകുന്നത് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഷെഡ്യൂളിംഗ് ക്യൂസ്. ഷെഡ്യൂളിംഗ് ക്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ വേരിയസ് പ്രോസസ് ഷെഡ്യൂളിംഗ് ക്യൂസ്? സോ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഷെഡ്യൂളിംഗ് ക്യൂസ്. നമുക്കറിയാം OS ഇറ്റ് മെയിൻറ്റെയിൻസ് ഓൾ PCBs. PCBs മീൻസ് പ്രോസസ് കൺട്രോൾ ബ്ലോക്സ് ഇൻ പ്രോസസ് ഷെഡ്യൂളിംഗ് ക്യൂസ്. അപ്പം ഈ പ്രോസസ് ഷെഡ്യൂളിംഗ് ക്യൂസിൻ്റെ അകത്ത് പ്രോസസ് കൺട്രോൾ ബ്ലോക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അപ്പം OS ആണെങ്കിൽ ഓരോ പ്രോസസ് സ്റ്റേറ്റ്സിനും ഓരോ ക്യൂ ആണ്. നമുക്കറിയാം ദ പ്രോസസ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ന്യൂ, റെഡി, റണ്ണിങ്. അപ്പോൾ ന്യൂവിലിരിക്കുന്ന പ്രോസസ്സ് ഏത് ക്യൂവിലാണ്, റെഡിയിലിരിക്കുന്ന പ്രോസസ്സ് ഏത് ക്യൂവിലാണ്, വെയിറ്റിംഗ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സ് ഏത് ക്യൂവിലാണ്. സോ OS ഓരോ പ്രോസസ് സ്റ്റേറ്റിനും ഒരു സെപ്പറേറ്റ് ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. And also the PCBs of all the process in the same execution state are also placed in the same queue. അപ്പോൾ ഏത് എക്സിക്യൂഷൻ സ്റ്റേറ്റിലാണ് പ്രോസസ്സ് നിൽക്കുന്നത് ആ ഒരു ക്യൂവിലായിരിക്കും പ്രോസസ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ the operating system maintains the following important process scheduling queues. So the first queue is job queue. Job queue means job pool. നമ്മളവിടെ പഠിച്ചു job pool means the set of processes in the system. The set of processes in the system is kept in job queue. Okay, actually it is maintained in secondary memory. Secondary memoryയിലാണ് job queue ഉള്ളത്. Okay, ഒരു പ്രോസസ് സിസ്റ്റത്തെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ they are put into the job queue. നെക്സ്റ്റ് ഇസ് റെഡി ക്യൂ. നമ്മളവിടെ പ്രോസസ് സ്റ്റേറ്റ്സ് ഉണ്ട്. അവിടെ റെഡി സ്റ്റേറ്റ് ഉണ്ട്. റെഡി സ്റ്റേറ്റ് മീൻസ് റെഡി ഫോർ എക്സിക്യൂഷൻ. പ്രോസസ് വിച്ച് ആർ റെഡി ഫോർ എക്സിക്യൂഷൻ ആർ കെപ്റ്റ് ഇൻ ദ റെഡി ക്യൂ. ദാറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ പ്രൈമറി മെമ്മറി. സിമിലർലി ഇവിടെയാണ് റെഡി ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ പ്രൈമറി മെമ്മറി. ഓക്കെ, ആൻഡ് ദ പ്രോസസ് ദാറ്റ് റിസൈഡിങ് ഇൻ ദ മെയിൻ മെമ്മറി ആൻഡ് ആർ റെഡി. ഈ ക്യൂവിലുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദേ ആർ റിസൈഡിങ് ഇൻ ദ മെയിൻ മെമ്മറി ആൻഡ് ആർ റെഡി ആൻഡ് ആർ വെയിറ്റിംഗ് ടു എക്സിക്യൂട്ട് ആർ കെപ്റ്റ് ഇൻ എ ലിസ്റ്റ് നോൺ ആസ് റെഡി ക്യൂ. Okay, next is the device queue or the waiting queue.
മീൻസ് വാട്ട് ഡിവൈസ് ക്യൂ ഓർ ദ വെയിറ്റിംഗ് ക്യൂ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വെയിറ്റിംഗ് സ്റ്റേറ്റിലുള്ള പ്രോസസ്സ് ആയിരിക്കും വെയിറ്റിംഗ് ക്യൂ അല്ലെങ്കിൽ ഡിവൈസ് ക്യൂവിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ആർ ബ്ലോക്ക് ഡ്യൂ ടു അൺഅവൈലബിലിറ്റി ഓഫ് IO ഡിവൈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദിസ് ക്യൂ. അപ്പം ഒരു IO ഡിവൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, അങ്ങനെ ആ ടൈപ്പ് ഓഫ് പ്രോസസ് വിൽ റിസൈഡ് ഇൻ ദ IO വെയിറ്റിംഗ് ക്യൂ ഓർ IO ഡിവൈസ് ക്യൂ ഓർ ഡിവൈസ് ക്യൂ. ഓക്കെ, അപ്പോൾ പ്രോസസ്സിന് ഒരു IO ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം OS എന്ത് ചെയ്യും? വിൽ ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ് ഫ്രം ദ റണ്ണിങ് നിന്നും വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് മാറ്റും അല്ലേ? അതായത് ഒരു IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ ആ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് മാറ്റുന്ന പ്രോസസ്സിനെ ഏത് ക്യൂവിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യെസ്, വെയിറ്റിംഗ് ക്യൂവിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റിംഗ് ക്യൂവിലിരിക്കുന്ന പ്രോസസ് വിച്ച് വിൽ ബി യൂസ്ഡ് ബൈ ദ പ്രോസസ്സർ വെൻ ദ പ്രോസസ് ഫിനിഷസ് ദ IO. പ്രോസസ് IO ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ ദ IO ഓർ ദ ഡിവൈസ്. സോ അത് IO ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി പുട്ട് ഇൻ ടു ദ റെഡി ക്യൂ. മീൻസ് ദേ ആർ റെഡി ഫോർ എക്സിക്യൂഷൻ. ഓക്കെ, ready for execution and will be allotted the CPU for its execution. ഓക്കെ, അപ്പം ഇതാണ് പ്രോസസ് ഷെഡ്യൂളിംഗ് ക്യൂസ്. പ്രോസസ് ഷെഡ്യൂളിംഗ് ക്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ വരച്ചിട്ട് ഈ ഓരോ ക്യൂസും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ക്യൂയിങ് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോസസ് ഷെഡ്യൂളിംഗ്. ക്യൂയിങ് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോസസ് ഷെഡ്യൂളിംഗ്. ഈ പ്രോസസ് ഷെഡ്യൂളിംഗ് തന്നെ റെഡി ക്യൂ, ഇപ്പോൾ മാർക്കിനനുസരിച്ചിട്ട് ഇത് ഇഫ് ദ മാർക്ക് മീൻസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്ര എഴുതിയാൽ മതിയാവും. ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിലേറ്റഡ് ടു പ്രോസസ് ഷെഡ്യൂളിംഗ് ക്യൂ ഹാവ് ടു ഡ്രോ ദിസ് ഫിഗർ ടു. ഓക്കെ, ക്യൂയിങ് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോസസ് ഷെഡ്യൂളിംഗ്. So initially a process is initially put into the ready queue. Okay, actually it waits in this ready queue until it is selected for the execution by the CPU. So ഒരു പ്രോസസ് CPU അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവാം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു IO റിക്വസ്റ്റിന് വേണ്ടിയിട്ട് പ്രോസസ്സ് പോവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന് IO ക്യൂ അല്ലെങ്കിൽ വെയിറ്റിംഗ് ക്യൂ അല്ലെങ്കിൽ ഡിവൈസ് ക്യൂവിലോട്ട്, എന്നിട്ട് IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷം റെഡി ക്യൂവിലോട്ട് പോകും. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രോസസ്സിന് ഒരു സബ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ചൈൽഡ് പ്രോസസ്സിന് ടെർമിനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൈൽഡ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യും, ആ ചൈൽഡ് പ്രോസസ്സിന് ടെർമിനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യാം. ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോസസ്സിനെ forcefully removed from the CPU. ഓക്കെ, ഒരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ CPUവിന് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യും, എന്നിട്ട് വിൽ ബി പുട്ട് ബാക്ക് ഇൻ ടു ദ റെഡി ക്യൂ. ഓക്കെ, ഇനി എന്താ ടൈം സ്ലൈസ് എക്സ്പയർഡ്. ടൈം സ്ലൈസ് മീൻസ് ഇത്ര പ്രോസസ്സിൻ്റെ ഒരു ടൈമുണ്ട്, ആ ടൈം ലിമിറ്റിനുള്ളിൽ പ്രോസസ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ദേ വിൽ ബി പുട്ട് ഇൻ ടു ദ റെഡി ക്യൂ. അപ്പോൾ ഇത്രയാണ് ഒരു പ്രോസസ്സിന് CPU അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഈവൻറ്റ്സ് മേ ബി ഒക്കർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യൂയിങ് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോസസ് ഷെഡ്യൂളിംഗ് കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കാം. ഓക്കെ, താങ്ക് യു.